ഹലോ, ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ദേ, ഞാനങ്ങനെ കേരളം വിട്ട് അയർലൻഡിലേക്ക് പോവാട്ടോ. മുംബൈയിലെ ലൈഫൊക്കെ മാറി ഇനിയിപ്പം പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി കേരളം വിട്ട് നമ്മൾ അയർലൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദേ, ഇവിടെ നിന്ന് അങ്ങോട്ട് പറന്നുയർന്നപ്പോഴത്തേക്കും ചങ്കൊക്കെ ഇങ്ങനെ പിടയ്ക്കുമായിരുന്നു. ഇത്രയും നാൾ മുംബൈയിലേക്കും കോളേജിലൊക്കെ മാറി നിന്നതിനെക്കാട്ടി സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ സങ്കടമൊക്കെ പെട്ടിരിക്കുന്ന സമയത്താണ് ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡ് കൊണ്ടുവന്നത്. രാവിലെ തന്നെ ചോറും ചിക്കൻ കറിയും മെഴുക്ക് വരട്ടിയും പിന്നെ ഒരു തൈര് വടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കഴിച്ചില്ല, വയറെന്തെങ്കിലും പറ്റിയാലോ വിചാരിച്ചിട്ട് കഴിച്ചില്ല. ബാക്കി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കുറേ നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. പിന്നെ കേരളം വിട്ട് കഴിഞ്ഞാൽ താഴോട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനും ഇല്ല. പിന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തും വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വീട്ടിൽ ഓരോരുത്തർ മുഖം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അബുദാബിയിലായിരുന്നു നെക്സ്റ്റ് കണക്ഷൻ ഫ്ലൈറ്റ്. അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറി. ഇതൊരു അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. കാരണം നമുക്കിങ്ങനെ ലോങ് ഫ്ലൈറ്റ് ആയ കാരണം മൂവിയൊക്കെ കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് എലിയാമോൾ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നു. ആദ്യം ഒരു സാലഡാണ് കേട്ടോ കഴിച്ചത്. ഇത് അടിപൊളിയായിരുന്നു. ഒരു വെജിറ്റബിൾ സാലഡ്, ഫ്രൂട്ട്സും വെജിറ്റബിളും കൂടെ ഉള്ളൊരു സാലഡ്. അത് അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുഡിങ്ങും. ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. വെജിൽ പാസ്ത ഉണ്ടായിരുന്നു. ബിരിയാണി ഒരു ക്വാണ്ടിറ്റി വൈസ് ഒരുപാടൊന്നും ഇല്ല, പക്ഷെ നമുക്ക് വയറ് നിറയുള്ളത് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. ഒരു 3-4 പീസ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരാളുടെ വയറ് നിറയാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പുഡിങ് ഒട്ടിക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ഞാൻ കോള ആയിട്ടോ വാങ്ങിയത്. അതും നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മൾ മൂവിയൊക്കെ കണ്ടിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് കയറിയപ്പോൾ തുടങ്ങി തുമ്മലാണ്, തണുത്തിട്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചായയും പിസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഫുഡ് കഴിക്കും, സങ്കടപ്പെട്ടൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ ഒരു ദിവസം അങ്ങ് പോയി.